ഹൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇൻഷുറൻസ് ക്ലെയിം എന്ന് നമുക്ക് നോക്കാം. അതായത് വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ അബ്നോർമൽ ലോസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഫ്ലഡ് ആയിട്ട് വരാം, ചിലപ്പോൾ ഫയർ ആയിട്ട് വരാം, അല്ലെങ്കിൽ എർത്ത് ക്യുക്കായിട്ടൊക്കെ വരാം. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു ലോസ് നമ്മൾക്ക് വന്നാൽ എങ്ങനെ അതിൽ നിന്ന് നമുക്ക് കരകയറാം, അതിനുള്ള ഒരു മാർഗമാണ് നമുക്ക് ജനറൽ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് നമ്മളൊരു കരാറിൽ ഏർപ്പെടുന്നു. നിങ്ങളുടെ സ്റ്റോക്കിന് ഏതെങ്കിലും രീതിയിലുള്ള ലോസ് വന്നാൽ അത് ഇൻഷുറൻസ് കമ്പനി വഹിക്കുന്നതായിരിക്കും. അതിന് നമ്മൾ അതിന്റെ പെർസെൻറ്റേജ് അനുപാതത്തിൽ നമ്മൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കണം. അപ്പൊ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോക്കിന് വരുന്ന നഷ്ടം ഇൻഷുറൻസ് കമ്പനി സഫർ ചെയ്യും. വന്നില്ല എങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ആ ഇൻഷുറൻസ് അഗ്രിമെന്റ് ക്യാൻസൽ ആവും. ഇയർലി വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇത് എടുക്കണം. അപ്പോ ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതായത് ട്രേഡിംഗ് അക്കൗണ്ട് നമുക്കറിയാം. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, ക്യാരേജ് ഇൻവേർഡ്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. എന്നിട്ട് നമ്മൾ ഡിഫറെന്റ് ബാലൻസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ നമുക്ക് കിട്ടും. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 ഐറ്റംസ്, അതായത് ഒരു വർക്കിംഗ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എന്തിനാണ് വർക്കിംഗ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് എത്ര കഴിഞ്ഞ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കിംഗ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. അപ്പോ നമ്മൾ ഈ ഫയറോ ഫ്ലഡോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുശേഷം ഈ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ, വർക്കിംഗ് നോട്ട്സ് പ്രകാരമുള്ള പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഈ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതായത് മെമ്മോറാണ്ടം അക്കൗണ്ട് ചെയ്തതിന് ശേഷം വരച്ചതിന് ശേഷം ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും കൂടി പോസ്റ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല മെമ്മോറാണ്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ആ സെയിൽസിന്റെ ഗ്രോസ് എത്ര പെർസെൻറ്റേജ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതും മെമ്മോറാണ്ടത്തിന്റെ ഡെബിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതുന്നു. അതിനുശേഷം ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് ക്രെഡിറ്റ് സൈഡ് കൊണ്ടുവന്നിട്ട് സെയിൽസ് മൈനസ് ചെയ്യും. സെയിൽസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള എമൗണ്ട് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് ആ ഫയർ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്ലഡോ എന്താണ് ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് നമ്മളുടെ ഗോഡൌണിൽ അല്ലെങ്കിൽ വണ്ടിയിൽ നമ്മളുടെ കയ്യിൽ എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് മെമ്മോറാണ്ടം അക്കൗണ്ട് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കാനും പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പൊ അതിന് സിമ്പിൾ വേയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. Illustration 1. A fire occurred on 24th December 2017 in godown of Mr. Ajay from the following figures ascertaining the claim to be lodged. അതായത് നമ്മൾ ഇവിടെ ഒരു 24-ാം തീയതി ഡിസംബറിൽ ഒരു ഫയർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്ര രൂപ നമുക്ക് നഷ്ടപരിഹാരമായിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടും, അതിനെ കുറിച്ചുള്ള കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഓൺ 1st April 2017 30,000 സ്റ്റോക്ക് നമ്മളുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. പർച്ചേസ് വേണ്ട അപ് ടു 24th December 2017, അതായത് 24-ാം തീയതി ഫയർ വരുന്നത് വരെയുള്ള പർച്ചേസ് 94,000.
വേജസ് ആൻഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഫോർ ദ പീരീഡ് ആ ഡിസംബർ 24 വരെ 16,000. സെയിൽസ് ടിൽ 24th December 2017 1,60,000. സ്റ്റോക്ക് സാൽവേജ്ഡ്. സാൽവേജ്ഡ് എന്ന് വെച്ചാൽ രക്ഷിച്ച സ്റ്റോക്ക് എന്നൊക്കെ പറയും. ശരിക്കും ആക്ച്വലി ഇത് പറ്റിയത് സാൽവേജ്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മള് അതായത് അത് നന്നാക്കി എടുത്താല് നമ്മൾക്ക് ഒറിജിനൽ അതായത് ഒറിജിനൽ വാല്യൂ അതായത് അതിന്റെ കോസ്റ്റ് ഒറിജിനൽ കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. സപ്പോസ് നമ്മളൊരു കാറ് ഇപ്പൊ നമ്മള് ഇൻഷുറൻസ് ഫയറിൽ പെട്ട് പോയെന്നൊക്കെ കുറച്ചൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തേക്ക് എടുത്തു. ഇനി അത് നമ്മള് വീണ്ടും അത് റീസൈക്കിൾ ചെയ്ത് എടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 ലക്ഷം രൂപയുടെ കാറാണെങ്കിൽ നമ്മൾ റീസൈക്കിൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ 6-7 രൂപ വരും. അതിന് നല്ലത് നമ്മൾ എന്ത് ചെയ്യാം, അത് സ്ക്രാപ്പ് വാല്യൂലൊക്കെ വിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും കുറച്ച് പൈസ നമുക്ക് അവിടെ കിട്ടും. അതിന്റെ വാല്യൂ എത്രയാണ്? 6,000 എന്നാ പറയുന്നത്. എമൗണ്ട് ഓഫ് ഇൻഷുറൻസ് പോളിസി 10,000, 10,000 രൂപയുടെ പോളിസി എടുത്തിട്ടുണ്ട്. ഇവിടെ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 25% ഓൺ സെയിൽസ്. ഇവിടെ നമുക്ക് സെയിൽസിന്റെ ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് സെയിൽസിൽ ബേസ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മെമ്മോറാണ്ടം അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ മാത്രം ചെയ്താൽ മതി, വർക്കിംഗ് നോട്ട്സ് ചെയ്യണ്ട. അതായത് റേറ്റ് പെർസെന്റേജ് തന്നിരിക്കുന്നതുകൊണ്ട് സാധാരണ ഇത് തരില്ല, തരാത്തതുകൊണ്ട് നമ്മൾ വർക്കിംഗ് നോട്ട്സ് കണ്ടുപിടിച്ച് അവിടെ നിന്നാണ് പെർസെന്റേജ് എടുക്കേണ്ടത്. പക്ഷെ ഈ പ്രോബ്ലത്തില് അവർ നമുക്ക് പെർസെന്റേജ് തന്നത് കൊണ്ട് ഡയറക്റ്റ് നമുക്ക് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോവാം. വളരെ സിമ്പിൾ ആണ് കേട്ടോ. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, ഫൈനൽ അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെ ആദ്യം പഠിച്ചതല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, പ്രോബ്ലത്തിലേക്ക് കിടക്കാം. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ പീരീഡ് ഓഫ് 1st April 24th ഫ്രം 1st April to 24th December 2017. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, അത് സാധാരണ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്ന അതേ പാറ്റേണിൽ തന്നെ. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓൾറെഡി നമ്മൾ 30,000 നമ്മൾ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഈ 30,000 ആണ് നമ്മൾ ഇവിടെ എടുത്ത് എഴുതിയത്. പിന്നെ പർച്ചേസ് തന്നിട്ടുണ്ട്, അത് 94,000 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. വേജസ് ആൻഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് 16,000. അപ്പൊ അത് 3 ഐറ്റം നമ്മൾ എക്സ്പെൻസ് ആണ് ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ഇനി ഇൻകം സെയിൽസ് നമുക്ക് 1,60,000 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഫയർ നടക്കുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് എത്രയാണെന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്, അതാണ് നമ്മളുടെ ബാലൻസിങ് ഫിഗർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1,60,000 ആണ് നമുക്ക് സെയിൽസ്. അപ്പൊ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. 1,60,000 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100. അപ്പൊ നമുക്ക് 40,000 ആണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇത് ഈ പെർസെന്റേജ് ഞാൻ എടുത്തിട്ടതല്ല കേട്ടോ, അവിടെ ക്വസ്റ്റ്യനിലും കൂടെ തന്നിട്ടുണ്ട് കണ്ട, കൃത്യമായിട്ട് 25% ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിച്ചപ്പോൾ 40,000 ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,80,000 ആണ് കിട്ടുന്നത്. അതെന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡ് കൊണ്ടുവന്നിട്ട് സെയിൽസിൽ നിന്ന് നമുക്കത് മൈനസ് ചെയ്യാം. അപ്പൊ ബാക്കി നമുക്ക് 20,000 ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസിങ് ഫിഗർ കിട്ടും. കണ്ട, ക്ലോസിംഗ് സ്റ്റോക്ക് 20,000 ബാലൻസിങ് ഫിഗർ കിട്ടും. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ്, അസർടൈൻമെന്റ് ഓഫ് നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക്. നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് ആസ് ഓൺ 30th September, 30th അല്ലല്ല ശരിക്കും 24th December 2017 ആണ്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് ഇവിടെ, 24th ആണ് കേട്ടോ, 24th December ആണ്. വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓൺ ദ ഡേറ്റ് ഓഫ് ഫയർ, അതായത് ഫയർ നടക്കുമ്പോൾ നമ്മളുടെ കയ്യില് എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. ശരിക്കും 20,000 ക്ലോസിംഗ് സ്റ്റോക്ക് ഗോഡൌണിൽ കിടപ്പുണ്ട്. ഗോഡൌണിലാണ് തീ പിടിച്ചത്. അപ്പൊ 20,000 സ്റ്റോക്ക് ഗോഡൌണിൽ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ലെസ് സാൽവേജ്ഡ് സ്റ്റോക്ക്, അതായത് നമ്മൾ നല്ല കണ്ടീഷനിൽ വിൽക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ അത് വിറ്റാൽ നമുക്ക് സ്ക്രാപ്പ് വിലക്കൊക്കെ നമുക്ക് വിൽക്കാം. അപ്പൊ അങ്ങനെ വിറ്റാൽ നമുക്ക് ഒരു 6,000 രൂപ കിട്ടുമെന്ന് അതിന്റെ വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട്. കണ്ട, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റിൽ. കണ്ട, സാൽവേജ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 6,000 അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് മൈനസ് ചെയ്യണം. സാൽവേജ്ഡ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രാപ്പിന് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ ഫയറിൽ അത് മൈനസ് ചെയ്യാം. അത് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 14,000 ആണ് നമുക്ക് കിട്ടിയത്. അതാണ് ലോസ് ഓഫ് സ്റ്റോക്ക് ക്ലെയിം ടു ബി ലോഡ്ജഡ്. അതായത് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് കണക്കാക്കപ്പെടുന്ന നഷ്ടം എന്ന് പറയുന്ന സ്റ്റോക്ക് 14,000 റുപ്പീസിന്റെ.
അപ്പൊ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് മെമ്മോറാണ്ടം കഴിഞ്ഞു, പിന്നെ അസർടൈൻമെന്റ് ഓഫ് നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് തേർഡ് വൺ, അസർടൈൻമെന്റ് ഓഫ് ക്ലെയിം ടു ബി ലോഡ്ജഡ് ആപ്ലിക്കേഷൻ ഓഫ് ആവറേജ് ക്ലോസ്. എങ്ങനെയാണ് നമുക്ക് എത്ര രൂപ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടും എന്നറിയാനായിട്ടുള്ള ഒരു ക്ലോസ് ഉണ്ട്. അപ്പൊ ക്ലെയിം ടു ബി ലോഡ്ജഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക്. നമ്മൾ കണ്ടുപിടിച്ച നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച സ്റ്റോക്ക് ഇൻറ്റു നമ്മൾ എടുത്തിരിക്കുന്ന പോളിസി വാല്യൂ ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓൺ ദ ഡേറ്റ് ഓഫ് ഫയർ. നമ്മള് അതായത് ഡേറ്റ് ഓഫ് ഫയറിൽ എടുത്തിരിക്കുന്ന ആ സ്റ്റോക്കിന്റെ എത്ര രൂപയുടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഗോഡൌണിൽ ആ സമയത്ത് എന്നുള്ളത്, അതാണ് അവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന 14,000 ആണ്. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് 20,000 കിട്ടിയത്. അതിൽ നിന്ന് സാൽവേജ് സ്റ്റോക്ക് മൈനസ് ചെയ്തു, അപ്പൊ ബാക്കി വരുന്നതാണ് 14,000. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പോളിസി നോക്കിയേ, ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്നത് 10,000-നാണ്. കണ്ടോ, 10,000 രൂപക്കാണ് ഇൻഷുറൻസ് പോളിസി എടുത്തത്. പക്ഷെ സ്റ്റോക്ക് നമ്മുടെ അടുത്ത് എത്ര, 10,000 രൂപയുടെ സ്റ്റോക്കിന് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് എത്രയുണ്ട്, ശരിക്കും 20,000-ന്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ ഒരു ചെറിയ ഉഡായിപ്പാണ് കാണിച്ചിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ 20,000-ലെ ഇൻഷുറൻസിനുള്ള സ്റ്റോക്ക് എടുക്കണം, അത് നമ്മൾ ചെയ്തില്ല. അപ്പൊ ഇൻഷുറൻസ് കമ്പനി അതും പറഞ്ഞ് നമുക്ക് 10,000 രൂപയുടെ പോളിസിക്ക് 20,000 ഒന്നും തരില്ല. നമ്മൾ അതിന്റെ അതുകൊണ്ടാണ് ആവറേജ് ക്ലോസ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവിടെ പോളിസി വാല്യൂ 10,000, നമ്മളുടെ കയ്യിലുണ്ടായ ക്ലോസിംഗ് സ്റ്റോക്ക് 20,000. അത് ഡിവൈഡ് ചെയ്തിട്ട് 10,000 ഡിവൈഡഡ് ബൈ 20,000, അപ്പൊ കിട്ടുന്ന ആൻസർ ഇൻറ്റു 14,000 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7,000 റുപ്പീസിന്റെ സ്റ്റോക്കിനെ നമുക്ക് കിട്ടാനുള്ള റൈറ്റ് ഉള്ളൂ. അപ്പൊ അത്രേ കിട്ടുള്ളൂ. കാരണം നമ്മളുടെ പോളിസി വാല്യൂ ക്ലോസിംഗ് സ്റ്റോക്കിന്, അതായത് ഫയർ കിടക്കുമ്പോഴുള്ള സ്റ്റോക്കിനേക്കാൾ കുറവായിരുന്നു. അപ്പോഴാണ് ആവറേജ് ക്ലോസ് വരുന്നത്. നിങ്ങൾ മാരുതി ഒമിനി എന്ന് പറഞ്ഞ ഒരു വണ്ടിയുണ്ട്. അപ്പൊ മാരുതി ഒമിനി എന്ന് പറയുന്ന വണ്ടി 5 സീറ്റും ഉണ്ട്, 7 സീറ്റും ഉണ്ട്. 5 പേർക്ക് കയറിയിരിക്കാവുന്ന വണ്ടി ആണ്, അതേപോലെ 7 പേർക്ക്. പക്ഷെ എല്ലാം ഒരേപോലെ. പക്ഷെ അതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 5 സീറ്റ് വണ്ടിയാണെങ്കിൽ 5 സീറ്റിന്റെ ടാക്സ് അടച്ചാൽ മതി. അതോടൊപ്പം 5 പേരുടെ ഇൻഷുറൻസ് അടച്ചാൽ മതി. ഡ്രൈവർ അടക്കം 4 പേരുടെ, ഡ്രൈവറെ കൂടാണ്ട് 4 പേരുടെ ഇൻഷുറൻസ് അടച്ചാൽ മതി. ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ 5 സീറ്റ് വണ്ടി എടുത്തിട്ട് 7 സീറ്റ് ആക്കും. അതിലൊരു പ്രശ്നമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. വല്ല ചെക്കിങ് വന്നാലൊക്കെ പ്രശ്നം ഉണ്ടാവുള്ളൂ. അതിപ്പോ എല്ലാം കാണിച്ചു കഴിയുമ്പോൾ അവർ എത്ര സീറ്റ് ഉണ്ടെന്നൊന്നും ചിലപ്പോൾ അവർ ശ്രദ്ധിക്കില്ല. പക്ഷേ ഒരു ആക്സിഡന്റ് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം 5 പേര് കയറുന്ന വാഹനത്തിൽ 7 പേര് കയറി. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല, അത് തന്നെ അവര് തന്നെന്ന് വരില്ല. കാരണം നമ്മൾ റോങ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തത്. അപ്പോ ഇവിടെ ആ സ്റ്റോക്കിൽ നമ്മളുടെ ഗോഡൌണിൽ സ്റ്റോക്ക് കൂടുതലാണ്, പക്ഷെ ആ സ്റ്റോക്കിന് നമ്മൾ ഇൻഷുർ ചെയ്തില്ല. നമ്മൾ ചെയ്തത് ഒരു 10,000-ന്റെ ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ലോസ് വന്നതിൽ 14,000 റുപ്പീസ് ലോസ് വന്നിട്ട് 7,000 കിട്ടുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള രേഖാപ്രകാരമാണ് ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഫുൾ വാല്യൂ കിട്ടിയാൽ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മളെ നിയമവശങ്ങൾ അവർ പരിശോധിച്ചിട്ട് അത് കൃത്യത ഇല്ലെങ്കിൽ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന എമൗണ്ട്, കിട്ടുന്ന തുക, കമ്പനിയിൽ നിന്ന് കിട്ടുന്ന തുക കുറവായിരിക്കും. ഓക്കെ, താങ്ക് യു.